ഒരിക്കൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായിരുന്ന ഗരുഡൻ യമലോകം സന്ദർശിക്കാൻ തീരുമാനിച്ചു. മരിച്ചവരുടെ ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെയേറെ സംശയങ്ങളുണ്ടായി. യമലോകത്തെത്തിയ ഗരുഡൻ അവിടെ വളരെയേറെ ആത്മാക്കൾ ദുരിതപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും കാണുവാനിടയായി. അപ്പോൾ അദ്ദേഹം യമദേവനോട് ചോദിച്ചു, എന്തിനാണ് ഈ ആത്മാക്കൾക്ക് ഇത്രയേറെ കഠിനമായ ശിക്ഷകൾ നൽകുന്നത്? അവർക്ക് മോചനം ലഭിക്കാൻ ഒരു മാർഗവുമില്ലേ? അതിനുത്തരമായി യമദേവൻ പറഞ്ഞു, ഓരോ ജീവനും സ്വന്തം കർമ്മങ്ങൾ പ്രകാരമാണ് ഫലങ്ങൾ അനുഭവിക്കുന്നത്. ഇഹലോകത്തിൽ നല്ലതും ധാർമ്മികവുമായ ജീവിതം നയിച്ചാൽ ഈ ശിക്ഷകൾ ഒഴിവാക്കാം. എന്നാൽ പാപങ്ങൾ ചെയ്താൽ അതിന് അനുയോജ്യമായ ഫലം അനുഭവിക്കേണ്ടതായി വരും. ഗരുഡന് ജനങ്ങളോട് വളരെയധികം സഹാനുഭൂതി തോന്നി. അത്യന്തം ശക്തിശാലിയും ജ്ഞാനിയും ധർമ്മബോധമുള്ളവനുമായ അദ്ദേഹത്തിന് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് തോന്നി. ജനങ്ങൾ ധർമ്മപഥത്തിൽ തുടരുവാൻ ഈ കഠിന ശിക്ഷകളെക്കുറിച്ചുള്ള ബോധം അവരിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തുടർന്ന് അദ്ദേഹം ഭൂമിയിലെ ജീവികളിലേക്ക് ധർമ്മബോധം പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അത് പിന്നീട് ഗരുഡ പുരാണം എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും ആത്മാക്കൾ നേരിടേണ്ടുന്ന ശിക്ഷകളും ആത്മാവിൻ്റെ മോക്ഷമാർഗങ്ങളും എല്ലാം ഗരുഡ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.